കൂടോത്രം രണ്ട് രീതിയിലുണ്ട്. നമ്മൾ അറിയപ്പെടുന്ന കൂടോത്രം ബ്ലാക്ക് മാജിക്, ഒന്ന് മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ കൊടുക്കുന്നത്, ഒന്ന് പുറത്ത് ചെയ്യുന്ന ആഭിചാരക്രിയകൾ. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ശരീരം ഒരു ഓപ്പറേഷന് വിധേയമാക്കി അദ്ദേഹത്തിന്റെ അവയവങ്ങൾ കൂടി പരിശോധിച്ചാൽ കൃത്യമായി ആ മനുഷ്യന് എന്തെല്ലാം കൂടോത്രത്തിന് വിധേയനായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏതായാലും പോലീസ് ആ രീതിയിലേക്ക് ഏതായാലും കടന്നു പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 1.5 മീറ്റർ എന്ന് പറഞ്ഞപ്പോ അതും തിരുത്തി ഓഫീസ് 1.5 അല്ല 3 മീറ്റർ ആണ്. 3 അടി. നിങ്ങൾ 1.5 അടി എന്നാണ് 1.5 അടി. സോറി അല്ല എനിക്കതറിയില്ല. അഭിജിത്ത് അഭിലാഷെ ഞാന് ഗവേഷണം നടത്തുക മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടെ കണ്ടുപിടിച്ചു. പ്രബന്ധം അവതരിപ്പിച്ചു. അല്ല പ്രബന്ധം അവതരിപ്പിക്കാൻ ഞാൻ കടന്നു വന്നു. ഞാൻ കാര്യം ഞാൻ കൺക്ലൂഡ് ചെയ്തോട്ടെ. തകിട്, ഇത് കണ്ട മുട്ട, കറുത്ത കയറ്, ഇതൊക്കെയാണ് ഞാൻ നടത്തിയ ഗവേഷണത്തിൽ കണ്ടത്. ഇതൊക്കെയാണ് ഇനി KPCC ഓഫീസിലും DCC ഓഫീസിലുമൊക്കെ ഏറ്റവും പരിസരത്ത് കച്ചവടത്തിന് പോകാൻ പറ്റിയ ഏറ്റവും നല്ല. നേരത്തെ KPCC ഓഫീസിന് മുന്നിൽ ചായക്കടി ഉണ്ടായിരുന്നു, ഹോട്ടലുണ്ടായിരുന്നു. ഇതെല്ലാം മാറി നാടൻ മുട്ട, കറുത്ത കയറുടെ ഇത് കണ്ടുപിടിച്ച എവിടെന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഘടകകക്ഷിയുടെ പേരൊന്നും പറയത്തില്ല. ഇവരുടെ UDFന്റെ ഒരു പ്രമുഖ ഘടകകക്ഷിയുടെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞത് ആഭിചാരക്രിയ. അത് കൂടോത്രം ഒരാളെ നശിപ്പിക്കാൻ മാത്രമല്ല നന്നാക്കാനും അവരുടെ ദോഷങ്ങൾ മാറ്റാനും ചെയ്യും. അങ്ങനെ ചെയ്തു കൊടുത്ത് പ്ലേറ്റിൽ അറബ് എഴുതി അത് കഴുകി വെള്ളം കുടിപ്പിച്ച് വെള്ളത്തിൽ ഊതി കൊടുത്ത് അത് കുടിപ്പിച്ച് മുട്ടയിൽ എഴുതി കൊടുത്തു വിടുന്ന രാഷ്ട്രീയ നേതാക്കൾ UDFനുണ്ട്. അത് കോൺഗ്രസിന്റെ അല്ല. ആ പാത ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അത് രക്ഷിക്കാൻ ചെയ്യുന്നെങ്കിൽ ഇത് ശിക്ഷിക്കാൻ ചെയ്യുന്നു എന്നാണ് വന്നിരിക്കുന്നത്. ഒരു കൂടോത്ര പാർട്ടിയായി കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുന്നു. KPCC എന്ന് പറഞ്ഞാൽ കൂടോത്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നായി മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മുന്നണി UDF മുന്നണി എന്ന് പറഞ്ഞാൽ കൂടോത്ര മുന്നണിയായി മാറിയിരിക്കുന്നു. ഇവിടെ ഈ കൂടോത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അല്ല എന്റെ ഒരു സംശയം, ഒരു മിനിറ്റ്, ഈ മുട്ടയും കറുത്ത ചരടും ഒക്കെ ഇത് കൂടോത്രത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണോ? ഇത് ഇവിടെ നിന്ന് ഒപ്പിച്ചതാണ് ഹാഫിസ്? അല്ല, ഞാനിത് കുറച്ച് ഗവേഷണം നടത്തുകയാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ. ഞാൻ അഭിജിത്തിനോട് തന്നെ കുറച്ച് മുമ്പൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ സംഘടിപ്പിക്കേണ്ടത്. അല്പം മുമ്പ് അല്ല, ഞാൻ ഈ മുട്ടയൊക്കെ ഇങ്ങനെ ഉയർത്തി കാണിച്ചോണ്ട് ആ മോഡൽ മുട്ട തന്നെ വേണം അങ്ങനെയൊക്കെ ഉണ്ടോ? ഇത് പച്ച നാടൻ മുട്ടയാണ് കൂടോത്രക്കാർ ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് മലപ്പുറത്തുനിന്ന് കിട്ടിയ അറിവ്. നാടൻ കോഴിമുട്ട. നാടൻ കോഴി ഇതിപ്പോ വാങ്ങിച്ചതാണ്. അല്ല, ഇത് എവിടെ നിന്ന് കിട്ടിയെന്നൊന്നും ചോദിക്കരുത്. അല്ല, ഞാൻ എനിക്കും നാളെ അന്വേഷണ സംഘം അല്ല, ഞാൻ അതുകൊണ്ടല്ല ശ്രീ ഓഫീസർ, എനിക്ക് മുട്ട വലിയ ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ പോകാൻ നേരത്ത് കിട്ടുവാണെങ്കിൽ എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി ഒരു ഓംലെറ്റ് ഉണ്ടാക്കാം. ഈ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകുമ്പോൾ കടയിൽ കയറേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് താങ്കൾ വില കൊടുത്ത് മേടിച്ചാണെങ്കിൽ അതിന്റെ വില തരാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അപ്പൊ അത് സെലക്ട് ചെയ്ത സാധനം തന്നെയാണ് എന്നാണല്ലേ? ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ KPCC ഓഫീസിന് DCC ഓഫീസിന് അവിടെ കച്ചവടം നടത്താൻ പറ്റിയ സാധനങ്ങൾ. ശരി ശരി ശരി. എനിക്ക് എന്തായാലും സക്രിയ ജോർജിലേക്ക് ഒന്ന് പോകണം. അതിനു മുമ്പ് പറഞ്ഞോളൂ. ശരി, പ്രിയപ്പെട്ട